എത്രത്തോളം ആത്മവിശ്വാസത്തിലാണ്? ചരിത്ര വിജയം നേടും. എത്ര ഭൂരിപക്ഷം ഉണ്ടാവും? 10,000-ന് മേലെ ഭൂരിപക്ഷം. ഓക്കെ ഓക്കെ. എന്തൊക്കെ പദ്ധതികളാണ് ആവിഷ്കരിച്ചിട്ടുള്ളത്? എല്ലാ തെരഞ്ഞെടുപ്പുകളും നടന്നു കഴിഞ്ഞു. കേരളം ഏറ്റവും ഉറ്റുനോക്കുന്ന തെരഞ്ഞെടുപ്പാണിത്. NDA വൻ ഭൂരിപക്ഷം നേടി ഈ സീറ്റ് പിടിക്കും. തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ചതൊരു വലിയ നേട്ടമായി. കാരണം കൽപ്പാത്തിയിലും പരിസര പ്രദേശങ്ങളിലും ആയിരക്കണക്കിന് ആളുകൾക്ക് വോട്ട് ചെയ്യാനുള്ള സാഹചര്യം ആത്മവിശ്വാസത്തിലാണ്. കാരണം പാലക്കാട് അറിയാലോ, കോൺഗ്രസിനൊപ്പം ചേർന്ന് നിൽക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് വർഷങ്ങളായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു മക്കളാണ് പാലക്കാട്. ഇവിടുത്തെ ഒരു മതേതരത്വവും പാലക്കാടിന്റെ ഒരു കർഷക മനസ്സും അതേപോലെ തന്നെ ഒരു മതേതരത്വത്തിന്റെ മനസ്സും എല്ലാം UDF-നൊപ്പം കോൺഗ്രസിനൊപ്പം രാഹുലിനൊപ്പം തന്നെ. സന്ദീപ് വാര്യറിന്റെ വരവ് ആത്മവിശ്വാസം. കാരണം മതേതരത്വത്തിന്റെ കൂട്ടായ്മയിലേക്ക്, മതേതരത്വത്തിന്റെ വീട്ടിലേക്ക് കടന്ന് സന്ദീപ് വാര്യറെ പോലെ ഒരാൾ കടന്നു വരുന്നത് വലിയ സന്തോഷമാണ്. ഉറപ്പായിട്ടും അതിന്റെ ആവേശം ഞങ്ങൾക്കുണ്ട്. ഇനിയും ഒരുപാട് ആളുകൾ കടന്നു വരാനുണ്ട്. ചേലക്കരയില് എത്രത്തോളം ആത്മവിശ്വാസത്തിലാണ്? കാരണം ചേലക്കരയിൽ വലിയ നല്ല രീതിയിലുള്ള സംവിധാനത്തിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഊർജ്ജസ്വലമായിട്ടുണ്ട്. അതുകൊണ്ട് ചേലക്കര ഞങ്ങളെ കരകയറും. എല്ലാവരും ആശംസകൾ. നമസ്കാരം. വീട്ടിൽ പെടാം. എത്രത്തോളം ആത്മവിശ്വാസത്തിലാണ് താങ്കൾ? 100% ആത്മവിശ്വാസം. ഈ ഇലക്ഷന്റെ തുടക്കം തൊട്ട് തന്നെ UDF-ന് ഒരു എഡ്ജ് ഉണ്ട്. അത് അവസാന നിമിഷം വരെ നിലനിർത്താൻ സാധിക്കുന്നു. 23-ാം തീയതി ആത്യന്തികമായിട്ടുള്ള ചിരി അത് ഞങ്ങളുടേതായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. സന്ദീപ് വാര്യര് കോൺഗ്രസിലേക്ക് വന്നത് ആത്മവിശ്വാസമായി തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും. കാരണം BJP-ക്ക് ഒരു പ്രഹരം ഉണ്ടാവുന്നു, BJP-യിൽ നിന്ന് ഒരാൾ മാറുന്നു എന്നുള്ളത് അത് സത്യത്തിൽ ഞങ്ങളെ മാത്രം സന്തോഷിപ്പിക്കേണ്ട ഒരു കാര്യമല്ല. ഇടതുപക്ഷം അടക്കമുള്ള മുഴുവൻ ആളുകൾ അക്കാര്യത്തിൽ സന്തോഷിക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷേ ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് BJP-യിൽ നിന്ന് ഒരാൾ പോകുമ്പോൾ കൂടുതൽ കരച്ചിൽ CPM-ന്റെ ഭാഗത്തുനിന്നാണ് കാണാൻ സാധിക്കുന്നത്. അത് അവർ തമ്മിലുള്ള അന്തർധാര, അതിൽ ചില വിള്ളലുകൾ വീഴുന്നു എന്നുള്ളതിന്റെ ഒരു സൂചനയായിട്ടാണ് കാണാൻ സാധിക്കുക. എത്ര ഭൂരിപക്ഷം ഉണ്ടാവും? ഭൂരിപക്ഷം ഇപ്പോൾ നമുക്ക് പ്രവചിക്കാനൊന്നും സാധിക്കില്ല. പക്ഷേ ഷാഫി പറമ്പിലിന് കഴിഞ്ഞ തവണ, അതായത് 2016-ൽ ലഭിച്ച ഒരു 17,000 വോട്ടിന്റെ ഒരു ലീഡുണ്ട്. ആ ലീഡിനോടൊപ്പമുള്ള ഒരു ലീഡ് ഇത്തവണ രാഹുലിന് കിട്ടുന്നതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. എല്ലാവരും ആശംസകളും. രാജേട്ടാ നമസ്കാരം. എന്ത് തോന്നുന്നു? ആത്മവിശ്വാസം കൂടുതലാണോ? നല്ല ആത്മവിശ്വാസമുണ്ട്. കഴിഞ്ഞ ഒരു 3-4 ദിവസത്തിനിപ്പുറം ആയപ്പോഴേക്കും നമ്മുടെ സ്ഥാനാർത്ഥി കൃഷ്ണകുമാർ പറഞ്ഞ പോലെ 5 അക്ക സംഖ്യയുടെ ഭൂരിപക്ഷത്തിൽ കൃഷ്ണകുമാർ വിജയിക്കും. സന്ദീപ് വാര്യർ പോയത് തിരിച്ചടിയാണെന്ന് തോന്നുന്നുണ്ടോ? ഞങ്ങൾക്ക് കൂടുതൽ പ്രവർത്തകർ, അതായത് നിർണായക സമയത്ത് പാർട്ടിയെ ഇത്തരത്തിലൊരാൾ വഞ്ചിച്ചതുകൊണ്ട് കൃത്യമായിട്ട് നല്ല ശക്തമായ തിരിച്ചടി ജനാധിപത്യത്തിന്റെ ഭാഷയിൽ നൽകണമെന്നുള്ള ചിന്തയിലാണ് പ്രവർത്തകരൊക്കെ. കൂടുതൽ വോട്ട് കിട്ടും. ഒരുപാട് സന്തോഷം. എല്ലാവരും ആശംസകളും. എല്ലാവരും ആശംസകളും. ഇപ്പൊ സന്ദീപ് വാര്യരല്ലേ താരം. സന്ദീപ് വാര്യരെ കിട്ടാത്തതിന്റെ സങ്കടത്തിലാണ് CPM-കാർ. സന്ദീപ് വാര്യരെ നഷ്ടപ്പെട്ട സങ്കടത്തിലാണ് BJP-കാർ. കിട്ടിയ സന്തോഷത്തിലാണ് ഞങ്ങൾ. അത് ഏറ്റവും അവസാനത്തെ ലാപ്പാണ്. ഇനിയും മണിക്കൂറുകൾ കാത്തിരിക്കുകയാണ്. ഇനിയും പലതും സംഭവിക്കും. ഈ സന്ദീപ് വാര്യന് വേണ്ടാത്തത് കൊണ്ട് ഒഴിവാക്കിയാ പറഞ്ഞ ഇടതുപക്ഷം അല്ല. അത് കഴിഞ്ഞ അറിയാലോ, ക്രിസ്റ്റൽ ക്ലിയർ ആണെന്ന്. സന്ദീപ് വാര്യർ ക്രിസ്റ്റൽ ക്ലിയർ ആണെന്ന് പറഞ്ഞ ആരാ? മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ. ഈ അടുത്ത കാലത്ത് CPM-ന്റെ ഒരു അഭിപ്രായത്തിനോട് എനിക്ക് യോജിപ്പ് തോന്നിയത് ഈ ഒരു അഭിപ്രായത്തിലാണ്. സന്ദീപ് വാര്യർ ക്രിസ്റ്റൽ ക്ലിയർ ആണെന്ന് AK ബാലനും MP രാജേഷും പറഞ്ഞു വെച്ചത് നിങ്ങളോടാണ്, ഞങ്ങളോടല്ല. ഈ RS ബന്ധം ഇപ്പോഴും സന്ദീപ് വാര്യർ ഉപേക്ഷിച്ചിട്ടുണ്ടെന്നാണ് ഇന്നും AK ബാലൻ പറയുന്നത്. അല്ല, അത് AK ബാലൻ പണ്ട് കോൺഗ്രസ് ബന്ധം ഉപേക്ഷിച്ചിട്ടില്ല എന്ന് പറയുന്നില്ല. പഴയ കോൺഗ്രസ്സുകാരനാണല്ലോ AK ബാലൻ. അപ്പോൾ ഇപ്പോഴും കോൺഗ്രസിന്റെ മനസ്സ് അദ്ദേഹത്തിനുള്ളിൽ ഉണ്ടാവും. അതുകൊണ്ടാണ് സന്ദീപ് വാര്യർ അദ്ദേഹത്തിന് സംശയം തോന്നുന്നത്. സന്ദീപ് വാര്യർ നിലപാടുകളെ വളരെ വ്യക്തമായി പൊതുസമൂഹത്തിൽ പ്രഖ്യാപിച്ചാണ് കോൺഗ്രസിലേക്ക് ചേർന്നത്. വെറുപ്പിന്റെ വിദ്വേഷത്തിന്റെ കടയിൽ നിന്നും സ്നേഹത്തിന്റെ പൂക്കടയിലേക്കാണ്, രാഹുൽ ഗാന്ധിയുടെ കീഴിലേക്കാണ് വന്ന് പഴയ എല്ലാ സിദ്ധാന്തങ്ങളും ഉപേക്ഷിച്ചിട്ടാണ് വന്നതെന്ന് വ്യക്തമായിട്ടാണ് കോൺഗ്രസിലേക്ക് വന്നത്. എന്താണ് ഇവിടെ ആർക്ക് തമ്മിലുള്ള മത്സരം പാലക്കാട്? സംശയമില്ലല്ലോ. കഴിഞ്ഞ 3 അസംബ്ലി തെരഞ്ഞെടുപ്പിൽ, കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലൊക്കെ LDF 3-ാം സ്ഥാനത്താണ്. അപ്പോൾ ആരുമായിട്ടാണ് മത്സരം? ചോദിക്കേണ്ട കാര്യമുണ്ടോ? BJP-യും UDF-ഉം തമ്മിലാണ് പ്രധാന മത്സരം. MP രാജു പറയുന്നത് നേരെ തിരിച്ചാണ്. UDF BJP ചിത്രത്തിലല്ല, UDF-ഉം അതുപോലെ LDF-ഉം തമ്മിലുള്ള മത്സരം. അല്ല, MP രാജു 2019 ഇലക്ഷനിൽ ജയിക്കുമെന്ന് വിചാരിച്ച് ജയിക്കാനുള്ള പാട്ടും പടക്കവും തയ്യാറാക്കിയ ആളാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണം എത്ര ഉണ്ട് നിങ്ങൾ ആലോചിച്ചാൽ പോലെ. എത്ര ഭൂരിപക്ഷം ഉണ്ടാവും ആൾമാർക്കൂട്ടത്തിൽ? ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ തവണ ഷാഫി പറമ്പിൽ കിട്ടിയതിനേക്കാളും എനിക്ക് 9,700 വോട്ടിന്റെ ഭൂരിപക്ഷം 5 മാസം മുമ്പ് നടന്ന പാർലമെന്റ് ഇലക്ഷൻ ഉണ്ടായിരുന്നു. അതിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷം, അതായത് ഒരു 15,000 വോട്ടിന്റെ ഭൂരിപക്ഷം രാഹുൽ മാങ്കൂട്ടത്തിനുണ്ടാവും. എത്രത്തോളം ആത്മവിശ്വാസത്തിലാണ്?
എത്രത്തോളം ആത്മവിശ്വാസത്തിലാണ്? 100% ആത്മവിശ്വാസം. എത്രത്തോളം ഭൂരിപക്ഷം ഉണ്ടാവും? അത് പിന്നെ പറയാം.